ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സുധീൻ സൈനുദ്ദീൻ. ഇന്ത്യ നിർമ്മിച്ച ഏറ്റവും ചെറിയ ചിപ്പ് ലോകത്തെ ഏറ്റവും വലിയ മാറ്റത്തിന് കാരണമാകുന്ന ദിവസം വിദൂരമല്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ സെമികോൺ ഇന്ത്യ 2025 ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയുമായി ചേർന്ന് സെമി കണ്ടക്ടർ മേഖലയിൽ മികച്ച ഭാവി കെട്ടിപ്പടുക്കാൻ ലോകം സന്നദ്ധമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്ത് 5 സെമി കണ്ടക്ടർ യൂണിറ്റുകളുടെ നിർമ്മാണം അതിവേഗം പുരോഗമിക്കുകയാണെന്ന് ചടങ്ങിൽ പങ്കെടുത്ത കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. 56ാമത് GST കൌൺസിൽ യോഗം നാളെ ന്യൂഡൽഹിയിൽ ചേരും. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ 2 ദിവസത്തെ യോഗത്തിൽ അധ്യക്ഷത വഹിക്കും. ഇന്ത്യയുടെ ഭാവി GST പരിഷ്കരണങ്ങൾ ചർച്ചയാകും. രേഖാമൂലമുള്ള പരാതിയില്ലാതെ തൊഴിലിടങ്ങളിലെ സ്ത്രീകൾക്കെതിരായ ലൈംഗിക പീഡന നിരോധന നിയമപ്രകാരമുള്ള നടപടികൾ ആരംഭിക്കാൻ കഴിയില്ലെന്ന് കേരള ഹൈക്കോടതി. പൂർണ്ണമായും തൊഴിൽ സ്വഭാവമുള്ള തർക്കങ്ങൾ പോഷ് നിയമത്തിന്റെ ചട്ടക്കൂടിൽ വരില്ലെന്നും കോടതി ആവർത്തിച്ചു. ഈ വർഷത്തെ ദേശീയ അധ്യാപക പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. കേരളത്തിൽ നിന്നുള്ള 2 അധ്യാപകർ പുരസ്കാര പട്ടികയിൽ ഇടം നേടി. തിരുവനന്തപുരം കല്ലറ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ കിഷോർ കുമാർ MS, തിരുവനന്തപുരം IISTയിലെ സീനിയർ പ്രൊഫസറും അസോസിയേറ്റ് ഡീനുമായ മനോജ് BS എന്നിവരാണ് പുരസ്കാരം നേടിയത്. പ്രൈമറി സ്കൂളുകളോട് ചേർന്ന് അംഗൻവാടികൾ സ്ഥാപിക്കുന്നത് സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങൾ കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയവും സ്കൂൾ വിദ്യാഭ്യാസ സാക്ഷരതാ വകുപ്പും ചേർന്ന് നാളെ ന്യൂഡൽഹിയിൽ പുറത്തിറക്കും. വിജ്ഞാൻ ഭവനിൽ നടക്കുന്ന പരിപാടിയിൽ കേന്ദ്രമന്ത്രിമാരായ അന്നപൂർണ ദേവി, ധർമ്മേന്ദ്ര പ്രധാൻ തുടങ്ങിയവർ പങ്കെടുക്കും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ അന്തിമ വോട്ടർ പട്ടിക സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചു. 2.83 കോടി വോട്ടർമാരാണ് പട്ടികയിലുള്ളത്. 1.33 കോടി പുരുഷന്മാരും 1.49 കോടി സ്ത്രീകളും 276 ട്രാൻസ്ജെൻഡേഴ്സുമാണ് പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ നാളെ കൊല്ലം ജില്ലയിലെത്തും. വൈകിട്ട് ഓച്ചിറ, ശാസ്താംകോട്ട റെയിൽവേ സ്റ്റേഷനുകളിൽ നടക്കുന്ന ട്രെയിൻ ഫ്ളാഗ് ഓഫ് പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷത്തിന് നാളെ തിരുവനന്തപുരത്ത് തുടക്കമാകും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും. ചലച്ചിത്ര താരങ്ങളായ ബേസിൽ ജോസഫും JM രവിയും മുഖ്യാതിഥികളാകും. 33 വേദികളിലായി ഈ മാസം 9 വരെ വിവിധ കലാപരിപാടികൾ അരങ്ങേറും. ഓണം പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട നാളെ വൈകിട്ട് 5-ന് തുറക്കും. നട തുറക്കുന്ന ദിവസമായ നാളെ പ്രത്യേക പൂജകൾ ഉണ്ടാകില്ല. സംസ്ഥാനത്തെ വിവിധ സഹകരണ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് 1 ഗഡു ക്ഷാമബത്ത അനുവദിച്ചു. ശമ്പള പരിഷ്കരണം നടപ്പിലാക്കിയ സംഘങ്ങളിലെ ജീവനക്കാർക്ക് 6%, മറ്റ് സംഘങ്ങളിലെ ജീവനക്കാർക്ക് ആനുപാതികമായും ക്ഷാമബത്തയിൽ വർധന ലഭിക്കും. സംസ്ഥാനത്തെ കാരുണ്യ സുരക്ഷാ പദ്ധതിക്കും കാരുണ്യ ബെനവലന്റ് ഫണ്ട് പദ്ധതിക്കും ആയി 124.63 കോടി രൂപ അനുവദിച്ചതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. 75.66 കോടി രൂപ കാരുണ്യ സുരക്ഷാ പദ്ധതിക്കും 49.3 കോടി രൂപ കാരുണ്യ ബെനവലന്റ് ഫണ്ട് പദ്ധതിക്കുമായാണ് അനുവദിച്ചത്. സംസ്ഥാനത്ത് 1-ാം ഓണ ദിവസമായ വ്യാഴാഴ്ച റേഷൻ കടകൾ തുറന്ന് പ്രവർത്തിക്കും. അന്ത്യോദയ അന്ന യോജന കാർഡുടമകൾക്കും ക്ഷേമ സ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കുമുള്ള ഓണക്കിറ്റ് വിതരണം ഈ മാസം ഉണ്ടാകും. കേന്ദ്ര സർക്കാരിന്റെ ഏകീകൃത സോഫ്റ്റ്വെയറിലേക്ക് കേരളത്തിൽ നിന്നുള്ള റേഷൻ ഗുണഭോക്താക്കളുടെ ഡാറ്റ പങ്കിടുന്ന പ്രക്രിയ ഇന്ന് പൂർത്തിയായി. റേഷൻ വിതരണത്തിലുണ്ടായ സാങ്കേതിക തടസ്സം ഇതോടെ പരിഹരിച്ചു. സംസ്ഥാന വയോജന കമ്മീഷൻ നാളെ ചുമതലയേൽക്കും. മുൻ രാജ്യസഭാംഗം K സോമപ്രസാദ് ചെയർപേഴ്സണായ 5-അംഗ കമ്മീഷനാണ് സ്ഥാനമേൽക്കുന്നത്. വയോജന ക്ഷേമത്തിനായി രാജ്യത്ത് ഇതാദ്യമായാണ് വയോജന കമ്മീഷൻ രൂപീകരിക്കുന്നത്. തിരുവനന്തപുരത്തെ ആർമി റിക്രൂട്ടിംഗ് ഓഫീസ് സംഘടിപ്പിക്കുന്ന അഗ്നിവീർ റിക്രൂട്ട്മെന്റ് റാലി ഈ മാസം 10 മുതൽ 16 വരെ ഇടുക്കി ജില്ലയിലെ നെടുങ്കണ്ടം പഞ്ചായത്ത് സ്റ്റേഡിയത്തിൽ നടക്കും. കേരളം, കർണാടക സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർക്കായി ജൂൺ 30 മുതൽ ജൂലൈ 10 വരെ നടത്തിയ ഓൺലൈൻ പൊതുപ്രവേശന പരീക്ഷയിൽ യോഗ്യത നേടിയ പുരുഷ അപേക്ഷകരാണ് റാലിയിൽ പങ്കെടുക്കുന്നത്. കേരള ക്രിക്കറ്റ് ലീഗിൽ തൃശൂർ ടൈറ്റൻസും അദാനി ട്രിവാൻഡ്രം റോയൽസും ഏറ്റുമുട്ടുന്നു. ഇന്നത്തെ ആദ്യ മത്സരത്തിൽ കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാഴ്സിനെതിരെ കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് 3 വിക്കറ്റ് ജയം സ്വന്തമാക്കിയിരുന്നു. നിയമസഭാ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന്റെ 3 എഡിഷനുകൾ വിജയകരമായി നടത്തിയ പശ്ചാത്തലത്തിൽ യുനെസ്കോ വേൾഡ് ബുക്ക് ക്യാപിറ്റൽ സ്ഥാനത്തേക്ക് തിരുവനന്തപുരത്തെ തെരഞ്ഞെടുക്കുന്നതിന് അപേക്ഷ സമർപ്പിക്കും. നിയമസഭാ സ്പീക്കർ AN ഷംസീറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമെടുത്തത്. തലസ്ഥാന നഗരത്തിന്റെ സവിശേഷമായ പ്രത്യേകതകൾ സംബന്ധിച്ച വിശദമായ രേഖകൾ തയ്യാറാക്കി തിരുവനന്തപുരം കോർപ്പറേഷനാണ് അപേക്ഷ സമർപ്പിക്കുന്നത്. കേരളത്തിൽ നാളെ മുതൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 6 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രതയാണ്. കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നു മുതൽ മറ്റന്നാൾ വരെയും കേരള തീരത്ത് നാളെയും മറ്റന്നാളും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി.
രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസസ് 207 പോയിന്റ് നഷ്ടത്തിൽ 80,158ലും നിഫ്റ്റി 45 പോയിന്റ് നഷ്ടത്തിൽ 24,580ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കൂടി. പവന് 160 രൂപ വർദ്ധിച്ച് 77,800 രൂപയും ഗ്രാമിന് 9,725 രൂപയുമാണ് ഇന്നത്തെ വില. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.